ഞാൻ ദീപ എസ് പണിക്കർ. എൻ്റെ വീട്ടുപേര് സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലമ്മിയോ മാവേലിക്കരയാണ്. ഞാനിത് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. നമ്മളുടെ ചാനലാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ ചാനൽ, നമ്മുടെ പ്ലാറ്റ്ഫോം നമുക്ക് ആൾക്കാരെ അറിയിക്കാനാണ്. നമ്മുടെ അറിയിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പിന്നെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണമെന്നില്ല. പിന്നെ ഒത്തിരി എൻ്റെ ചാനൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും അറിയരുത്, ആരും കാണരുതെന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളുണ്ട്. കാരണം ഇവർ നമ്മളെ നിരന്തരം ചീത്ത വിളിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്നത്, പല കള്ളത്തരങ്ങൾ കാണിക്കുന്നൊന്നും ഇവർ നാട്ടുകാരും ഒന്നും കാണാതിരിക്കണം. നാട്ടുകാരെന്ന് മാത്രമല്ല, ഇതെവിടെയൊക്കെ എത്തുമോ, റീച്ച് ആവുമോ അവിടെയൊക്കെ ഉള്ളവർ കാണരുത് ഇതൊക്കെ എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് ഹൈഡ് ചെയ്ത് വെക്കുക. എൻ്റെ ചാനൽ അങ്ങനെ പല പരിപാടികളുണ്ട്. അതുകൊണ്ട് സോമരാജൻ എപ്പോഴും പറയും, നീ പിടിക്കടി, ഞങ്ങൾക്ക് കുന്തവ, മറ്റേതാ മറിച്ചേതാണെന്ന്. ഇതെല്ലാം പറയുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും, നീ എത്ര റെക്കോർഡ് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആരും കാണരുത്. ഇവരുടെ തന്നെയുള്ള ഇവരെ പോലുള്ള ക്രിമിനൽസ് മാത്രമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ കമൻസിൽ കൂടെ തന്നെ നമുക്കതൊക്കെ മനസ്സിലാവും. നമുക്കതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? കമൻസ് ഒരാൾ പോലും അയ്യോ ഇതെന്താണ്, ഇവരെന്തിനാണ് ഇങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലാണല്ലോ എന്ന് പോലും കമൻറ്റ് ചെയ്യാത്ത ഇതാണ്. മനസ്സിലായില്ലേ? ഏതൊരു ഇതിനും രണ്ട് വശങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നമ്മളെ മാത്രം തെറി പറയുന്ന ഇവർ നമ്മളെ നിരന്തരം ചീത്ത വിളിച്ചിട്ട് നമ്മളെ മാത്രം തെറി പറയുന്ന ഇതാണ്. പിന്നെ നമുക്ക് എല്ലാ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഡിഫെൻസിന് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരാളിനെ നമ്മുടെ കോമ്പൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് അയാളുടെ ജീവൻ എടുത്തായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ അയാൾ നമ്മുടെ കോമ്പൗണ്ടിൽ കയറി വന്നിട്ടാണ്. അതൊക്കെ നമ്മൾ LLBക്ക് പഠിക്കുന്നതാണ്. ഇത് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന സംഗതികൾ. നമ്മുടെ കോമ്പൗണ്ടിൽ കയറി വന്നാൽ നമുക്ക് അയാളെ എന്തും ചെയ്ത് വിടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ലൈഫാണ് വലുത്. അതുപോലെ എന്നെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അതിനെതിരെ എൻ്റേതായ രീതിയിൽ, മാന്യമായ രീതിയിൽ ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത്, നിങ്ങൾക്കറിയാം മാന്യമായ രീതിയിലുള്ള റെക്കോർഡിംഗ് ആണ്. ഇന്നവരാണ് ഇതുവഴി പോകുന്നത്, എൻ്റെ വീട്ടിലോട്ടല്ല വരുന്നത്. അതിനകത്തൊന്നും ഒരു ഹാമും ഇല്ല ആർക്കും. മനസ്സിലായില്ലേ? എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇതാണ് എൻ്റെ വീട്, അതല്ലാതെ ഇതിനകത്തൊന്നും വേറൊന്നും ഇല്ല. മനസ്സിലായോ? അപ്പോൾ എൻ്റേതായ രീതിയിൽ വളരെ സൈലൻ്റായിട്ട്, വളരെ എന്താ പറയുന്നത്, വളരെ ജെനുവിനായിട്ട്, വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ എൻ്റെ റെക്കോർഡിങ്സ് നടത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഇവിടെ ഇത് വഴിയാണ്, ഈ വഴി ഇന്നവരാണ് പോകുന്നത്, ഈ വഴി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിയല്ല എന്ന് പറയുന്നതിനൊന്നും ആർക്കും ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊന്നും വലിയ എന്താ പറയുന്നത്, ഏതോ ആനക്കാരിയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏതോ വലിയ ചെയ്യാൻ പറ്റാത്ത ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇവരാണ് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നത് പല രീതിയിൽ. ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റി നിർത്തുക, അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരവരുടെ കാര്യങ്ങളിലേക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ച് ഇൻഷുറൻസ് ഒക്കെ അടിച്ച് ജീവിക്കാമെന്ന്, ഇതൊക്കെ വെറും വ്യാമോഹമാണ്. അതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല.